3 Atlasനെ നമ്മൾ എന്ന് ഡിറ്റക്ട് ചെയ്തോ അന്ന് പിടിച്ച പുലിവാലാണ്. ഒരു കൂട്ടം ആൾക്കാർ പറയുന്നത് ഇത് വെറും ഒരു കോമറ്റ് ആണെന്നാണ്. പക്ഷെ വേറൊരു കൂട്ടം ആൾക്കാർ പറയുന്നത് ഇതൊരു എക്സ്ട്രാ ടെറസ്ട്രിയൽ ഒറിജിൻ ആണെന്നാണ്. അതും ഇവിടെ സാധാരണ ആൾക്കാരല്ല പറയുന്നത്. വെൽ റെസ്പെക്ട് ആയിട്ടുള്ള ആസ്ട്രോഫിസിസ്റ്റ് അടക്കമാണ് ഈ ഒരു ക്ലെയിമായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ 3 Atlasനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒരുപാട് സ്പെക്കുലേഷൻസും ഒരുപാട് തിയറീസും പൊങ്ങി വരുന്നുണ്ട്. നാസ ഒഫീഷ്യലി മാർസിനെ ഓർബിറ്റ് ചെയ്യുന്ന മാർസ് റിക്കോൺസൻസ് ഓർബിറ്ററിൽ നിന്ന് എടുത്ത ഫോട്ടോഗ്രാഫ് എല്ലാം റിലീസ് ചെയ്തപ്പോഴാണ് അവസാനമായിട്ട് ഞാൻ ഈ ഒരു ടോപ്പിക്കിനെ പറ്റി വീഡിയോ ചെയ്തത്. നാസയുടെ ഷട്ട് ഡൗൺ കാലത്ത് ഈ ലോകത്ത് 3 Atlasനെ പറ്റി നടത്തിയിരിക്കുന്ന ഡിസ്കഷൻസും അതിനെ പറ്റിയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും നാസ ഒരിക്കലും ഡയറക്ട്ലി ആൻസർ ചെയ്തിട്ടില്ല. അതായത് നമുക്ക് എന്താണോ അറിയണ്ടാത്തത് അത് മാത്രമാണ് ആ ലൈവിൽ വന്ന് അവർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നാസയുടെ ഒരു റെസ്പോൺസ് അധികം ആൾക്കാർക്കും ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ എന്തൊക്കെ തന്നെയായാലും 3 Atlasന്റെ ഒരുപാട് പുതിയ അപ്ഡേറ്റുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാര്യങ്ങൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങളിപ്പോ ഈ കാണുന്നത് 3 Atlasന്റെ ലേറ്റസ്റ്റ് ഇമേജസ് ആണ്. 60 സെക്കൻഡ് എക്സ്പോഷർ ഉള്ള 106 ഫോട്ടോസ് സ്റ്റാക്ക് ചെയ്തിട്ടാണ് ഈ ഒരു ഇമേജ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത്രയധികം എക്സ്പോഷറും സ്റ്റാക്കിംഗ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇത്രയധികം ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ഫോട്ടോ കിട്ടിയിരിക്കുന്നത്. ഈ പിക്ചറിന്റെ ലോവർ ലെഫ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു ആന്റി ടെയിൽ കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു ടെയിൽ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഈ ഫോട്ടോ എടുക്കുന്ന സമയത്ത് 3 Atlas സൂര്യനുമായിട്ട് ഏകദേശം 2 ആസ്ട്രോണോമിക്കൽ യൂണിറ്റ്സ് അകലത്തിലാണ് നിൽക്കുന്നത്. അതേ സമയത്ത് നാസയുടെ തന്നെ JPL എന്ന് പറയുന്ന ഒരു ലബോറട്ടറി ഉണ്ട്. ഇതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറി എന്നാണ്. ഇവർക്ക് ഒരു ഓൺലൈൻ സർവീസ് ഉണ്ട്. JPL ഹൊറൈസൺസ് എന്നാണ് ഈ ഒരു സർവീസിന്റെ പേര്. ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഓൺലൈൻ സിസ്റ്റമാണ്. അപ്പൊ ഇതിന്റെ ഉപയോഗം എന്താ വെച്ചാൽ നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ ഒരുപാട് പ്ലാനറ്റ്സും കോമറ്റ്സും ആസ്ട്രോയിഡ്സും ഇതേപോലുള്ള ഒരുപാട് സെലസ്റ്റിയൽ ഒബ്ജക്റ്റ് ഒക്കെ ഉണ്ടാവില്ലേ. അപ്പോ ഇന്ന ടൈം ആ ഒരു സംഭവം എവിടെയായിരിക്കും എന്നുള്ളത്, ഇപ്പൊ ഒരു കോമറ്റ് എവിടെയാണെന്നുള്ളത് അതിന്റെ കറക്റ്റ് പൊസിഷൻ പ്രിസൈസ്ലി നമുക്ക് ഈ ഒരു സിസ്റ്റം ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. അത് എത്ര സ്പീഡിലാണ് പോകുന്നത്, അത് ഏത് ഡയറക്ഷനിലേക്കാണ് പോകുന്നത്, അതിന്റെ ട്രജക്ടറി എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു സർവീസ് ഉപയോഗിച്ചിട്ട് അറിയാൻ പറ്റും. ഇത് ഇത്ര പവർഫുൾ ആയിട്ടുള്ളത് വളരെ പ്രിസൈസ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിച്ച് 3 Atlasന്റെ പൊസിഷൻ നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ നോക്കിയപ്പോണ്ട് ഇപ്പോ 3 Atlas ചെറിയ രീതിയിലുള്ള നോൺ ഗ്രാവിറ്റേഷൻ ആക്സിലറേഷൻ കാണിക്കുന്നുണ്ട്. ഇനി NG എന്താന്നുള്ള ഒരു കാര്യം ചിലർക്കൊക്കെ അറിയില്ലായിരിക്കും. അപ്പൊ ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞുതരാം. സോളാർ സിസ്റ്റത്തിന്റെ അറ്റത്തേക്ക് പോകുന്തോറും സൂര്യനുമായിട്ടുള്ള ദൂരം കൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ചൂട് ഒട്ടും തന്നെ ലഭിക്കില്ല. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അവിടെ ഒരു കോമറ്റോ എന്തെങ്കിലും ഒരു ആസ്ട്രോയിഡ് എന്തെങ്കിലും ഒരു കല്ല് അവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. അതിന് ചുറ്റും ഐസ് പോലത്തെ എന്തെങ്കിലും ഒരു സംഭവം ഇങ്ങനെ നിറഞ്ഞു നിൽപ്പുണ്ടാവും. കാരണം എന്താണ്, അവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വളരെ വളരെ കുറവാണ്. ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഈ ഒരു ഒബ്ജക്റ്റ് നമ്മുടെ സോളാർ സിസ്റ്റത്തിന്റെ അടുത്തേക്ക് വരിക എന്ന് വിചാരിക്കുക, അതായത് സൂര്യന്റെ അടുത്തേക്ക് വരിക എന്ന് വിചാരിക്കുക. അപ്പൊ അവിടെ എന്തായിരിക്കും സംഭവിക്കുന്നത്, സൂര്യന്റെ ചൂട് കാരണം ഇതിന് ചുറ്റുമുള്ള ഐസ് എല്ലാം മെൽറ്റ് ചെയ്യാൻ തുടങ്ങും, സബ്ലിമേറ്റ് ചെയ്യാൻ തുടങ്ങും. അതായത് ഡയറക്റ്റ് ആയിട്ട് വെള്ളമായിട്ടല്ല പോകുന്നത്, ഡയറക്റ്റ് ഐസിൽ നിന്ന് അതായത് സോളിഡിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് വേപ്പർ ഫേസിലേക്ക് മെൽറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ കാഴ്ചയിൽ നമ്മളിപ്പോ ടെലിസ്കോപ്പിലൂടെ ഇതിനെ നോക്കിയാണ് നമ്മൾ കാണുന്നത്, ഇതിന്റെ പുറകിൽ വലിയൊരു വാല് പോലെ ആയിരിക്കും നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് കോമറ്റുകൾക്ക് ഒരു വാല് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷെ ഇവിടുത്തെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ ഇവിടെ വെള്ളം ഡയറക്റ്റ് ആയിട്ട് വേപ്പറാണ് ആവുന്നത്. അപ്പോ അത് ശരിക്കും പറഞ്ഞാൽ ഒരു റോക്കറ്റിന്റെ ഒരു ത്രസ്റ്റർ അതിന്റെ ആ ഒരു എഞ്ചിൻ പോലെ ആക്ട് ചെയ്യും. ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഈ വാട്ടർ വേപ്പർ ഈ കോമറ്റിനെ വേറെ ദിശയിലേക്ക് തള്ളിവിടും. അതായത് ഈ കോമറ്റ് ഏത് വഴിയാണോ പോകേണ്ടത് ആ വഴി മാറി വേറൊരു ഡയറക്ഷനിലേക്ക് ഈ കോമറ്റ് പുതിയതായിട്ട് പോകും. അതിനുള്ള കാരണമാവട്ടെ ഈ പറയുന്ന വാട്ടർ വേപ്പർ ഇങ്ങനെ ഇജക്ട് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ ഈ ഇജക്ട് ചെയ്യുന്ന ആ ഒരു ഫിനോമിനെയാണ് നമ്മൾ ഔട്ട് ഗ്യാസിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ഗ്രാവിറ്റി മൂലം ഈ കോമറ്റ് പോകേണ്ട വഴി ഇന്ന് മാറി വേറൊരു വഴിയിലേക്ക് പോകുന്നത് കൊണ്ടാണ് ഇവിടെ നോൺ ഗ്രാവിറ്റേഷൻ ആക്സിലറേഷൻ എന്ന് വിളിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ആക്സിലറേഷൻ എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ ഇതിപ്പോ ഒരു റോക്കറ്റ് പോലെ ഇങ്ങനെ ആക്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കോമറ്റിന്റെ സ്പീഡും കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ആക്സിലറേഷൻ കൂടി പറയുന്നത്. ഞാൻ പല വീഡിയോയിലും നോൺ ഗ്രാവിറ്റേഷൻ ആക്സിലറേഷൻ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വീഡിയോക്ക് ഇത് പറയാണ്ട് ഒരു കംപ്ലീഷൻ കിട്ടില്ല. അങ്ങനെ നാസയുടെ JPL ഹൊറൈസൺ സിസ്റ്റം ഉപയോഗിച്ച് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ 3 Atlasന്റെ ഒരു NGയെ കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഈ വർഷം ഒക്ടോബർ 30 ആയപ്പോൾ 3 Atlasഉം സൂര്യനുമായിട്ടുള്ള ഏറ്റവും ക്ലോസസ്റ്റ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള പെരിഹീലിയനിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയത്തും 3 Atlasൽ ഈ പറയുന്ന പോലെ നോൺ ഗ്രാവിറ്റേഷൻ ആക്സിലറേഷൻ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. അത് പ്രത്യേകിച്ച് അത്ഭുതമൊന്നുമില്ല. കാരണം സൂര്യനുമായിട്ട് ഇത്ര അധികം അടുത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതിന്റെ സർഫസിൽ നിന്ന് ഒരുപാട് സബ്ലിമേഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു റോക്കറ്റ് പോലെ ആക്ട് ചെയ്യുകയും ഇതിന്റെ ദിശ മാറിപ്പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് അത്ഭുതമൊന്നുമില്ല. പക്ഷെ ഇവിടുത്തെ കുഴപ്പം എന്താ വെച്ചാൽ 3 Atlas നമ്മൾ ആദ്യമായിട്ട് ഡിറ്റക്ട് ചെയ്യുന്നത് ഈ വർഷം ജൂലൈ 1 അത് നിങ്ങളിപ്പോ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ ഇതിനെ ഡിറ്റക്ട് ചെയ്ത സമയം പോലെ ഇത് വളരെയധികം ബ്രൈറ്റ് ആണ്.
ഈ ഒരു സംഭവം ബ്രൈറ്റ് ആവാൻ കാരണം ഇതിന് ചുറ്റും ഒരു ഔട്ട് ഗ്യാസിംഗ് ഉള്ളത് കൊണ്ടാണ്. സൂര്യനുമായിട്ട് ഇത്രയധികം ദൂരത്ത് നിന്നിട്ട് പോലും, അതായത് അത്യാവശ്യം തണുപ്പുള്ള ഒരു ഏരിയയിൽ നിന്നിട്ട് പോലും ഇതിന് ചുറ്റും ഒരു ഔട്ട് ഗ്യാസിംഗ് കാണാന്നുള്ളത് വളരെയധികം വിയേർഡ് ആയിട്ടുള്ള ഒരു പ്രതിഭാസമാണ്. ഇത്രയധികം ദൂരത്ത് നിന്നിട്ട് പോലും അവിടെ സബ്ലിമേഷൻ എന്ന് പറയുന്ന ഒരു എഫക്ട് നമുക്ക് കാണാൻ കഴിയുന്നത് കൊണ്ട് തന്നെ അവിടെ നമുക്ക് നോൺ ഗ്രാവിറ്റേഷൻ ആക്സിലറേഷൻ, ഇതിന്റെ കൂടപ്പിറപ്പായിട്ടുള്ള നോൺ ഗ്രാവിറ്റേഷൻ ആക്സിലറേഷനെ നമുക്ക് പ്രതീക്ഷിക്കണം. പക്ഷെ അങ്ങനത്തെ ഒരു സംഭവം 3i അറ്റ്ലസിന്റെ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അതിന്റെ കാരണം 3i അറ്റ്ലസിന് വളരെയധികം ഭാരമുള്ളത് കൊണ്ട് തന്നെ ഈ പറയുന്ന ഔട്ട് ഗ്യാസിങ്ങിന് 3i അറ്റ്ലസിനെ ഉന്തി വേറൊരു ഡയറക്ഷനിലേക്ക് പോകാനുള്ള ആ ഒരു എനർജി അവിടെ ഇല്ലാത്തത് കൊണ്ടാണ് എന്നാണ് ഒരുപാട് ആൾക്കാർ പറയുന്നത്. പക്ഷെ അതിനെ പറ്റിയിട്ട് ക്ലിയർ ഡാറ്റ ഒന്നും നമ്മുടെ കയ്യിലില്ല. പക്ഷെ ഇപ്പൊ കിട്ടിയിരിക്കുന്ന പുതിയ ഇമേജസും ഡാറ്റ അനുസരിച്ച് നമുക്ക് ഇവിടെ ഒരു ആന്റിറ്റെയിലും കാണാൻ കഴിയുന്നുണ്ട്, ഇവിടെ നോൺ ഗ്രാവിറ്റേഷൻ ആക്സിലറേഷൻ കാണാൻ കഴിയുന്നുണ്ട്. NGA കാരണം ഇതിന്റെ ഓർബിറ്റ് ചേഞ്ച് ചെയ്ത് വേറൊരു ദിശയിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുമാത്രമല്ല, ഈ ഒരു ഇമേജ് നോക്കുകയാണെങ്കിൽ ഇതിന്റെ ടെയിൽ, ഇതിന്റെ ആന്റി ടെയിലിന് വളരെയധികം പ്രോമിനൻസ് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ പല കോമറ്റിലും ഒരു ആന്റി ടെയിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ മിക്ക സമയത്തും അതൊരു ആന്റി ടെയിൽ ആയിരുന്നില്ല, അതൊരു ഒപ്റ്റിക്കൽ എല്യൂഷൻ മാത്രമായിരുന്നു. അതുപോലെ തന്നെ 3i അറ്റ്ലസിന്റെ ആന്റി ടെയിലും ഒരു ഒപ്റ്റിക്കൽ എല്യൂഷൻ ആണ് എന്നാണ് ഒരുപാട് ആൾക്കാർ വിചാരിക്കുന്നത്. പക്ഷേ ഇത് ശരിക്കും റിയൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്. നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ആ ഒരു ആന്റി ടെയിൽ ശരിക്കും റിയൽ ആയിട്ടുള്ള ഒരു ഫിസിക്കൽ ക്യാരക്ടറാണ്. ഒരു കോമറ്റിന് എങ്ങനെയാണ് ഒരു വാൽ ഉണ്ടാവുന്നത് എന്നുള്ളൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ഒരു കോമറ്റിന്റെ സർഫസിലുള്ള ഐസ് എല്ലാം സൂര്യന്റെ ചൂട് കാരണം സബ്ലിമേറ്റ് ചെയ്ത് ആവിയായി പോയി എന്ന് വിചാരിക്കുക. അതിനുശേഷം സൂര്യന്റെ സർഫസിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു തരത്തിലുള്ള പ്രതിഭാസമാണ് സോളാർ വിൻഡ് എന്ന് പറയുന്നത്. അത് ഒരു കാറ്റ് പോലെ നിങ്ങൾ കരുതിയാൽ മതി. അപ്പോൾ ഈ കോമ്പറ്റിന് ചുറ്റും ഈ പറഞ്ഞ ഒരുപാട് പുകയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതിന്റെ ഇടയ്ക്കാണ് സൂര്യനൊരു കാറ്റ് ഈ കോമ്പറ്റിലേക്ക് ഇങ്ങനെ അടിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കോമ്പറ്റിന്റെ പുറകിലേക്ക് ഈ പുകയെല്ലാം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഒരു കോമ്പറ്റിന്റെ പുറകിൽ നമുക്കൊരു വാല് കാണാൻ കഴിയും. അങ്ങനെയാണ് കോമ്പറ്റിന്റെ പുറകിൽ ഒരു വാല് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി ഈ കോമറ്റ് പോയി നമ്മുടെ സൂര്യന്റെ അടുത്തേക്ക് എത്തിയെന്ന് വിചാരിക്കുക. അപ്പൊ ലോജിക്കലി ആലോചിക്കുകയാണെങ്കിൽ ഈ പറയുന്ന സോളാർ വിൻഡ് വളരെയധികം കൂടുതലായിരിക്കില്ല ഈ സൂര്യന്റെ അടുത്ത്. അതുകൊണ്ട് തന്നെ വലിയൊരു ടെയിൽ നമുക്ക് കാണാൻ കഴിയും. നിങ്ങളിപ്പോ ഫോട്ടോയിൽ കാണുന്ന പോലെ വലിയൊരു ടെയിൽ നമുക്ക് കാണാൻ കഴിയും. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം, ഇത്ര അധികം സോളാർ വിൻഡ് ഉള്ള ഒരു സ്ഥലത്ത് വെച്ച് ഒരു ആന്റി ടെയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു അവസ്ഥ, അതായത് ഈ സോളാർ വിൻഡിനെതിരെ ഈ പറയുന്ന പുകപടലങ്ങളെല്ലാം ഇങ്ങോട്ട് പോകുന്നു. അതായത് സോളാർ വിൻഡ് ഈ ഡയറക്ഷനിലേക്കാണെങ്കിൽ ഈ പറയുന്ന പുകപടലങ്ങളെല്ലാം പോകുന്നത് അതിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ്. അതായത് ഈ കാറ്റിനെതിരെയാണ് ഈ പറയുന്ന പുകപടലങ്ങളെല്ലാം പോകുന്നതും നമുക്ക് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ആന്റി ടെയിൽ നമുക്ക് കാണാൻ കഴിയും. ഇത് നമുക്ക് പെർഫെക്റ്റ്ലി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. എപ്പോഴാണ് ഈ സംഭവം സൂര്യനുമായിട്ട് ഒരുപാട് ദൂരത്ത് നിൽക്കുമ്പോഴാണ് ഈ പറയുന്ന ആന്റി ടെയിൽ വരുന്നതെങ്കിൽ നമുക്കത് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. പക്ഷെ സൂര്യന്റെ അടുത്ത് നിൽക്കുമ്പോൾ, അതായത് സോളാർ വിൻഡ് ഇത്ര അധികം എക്സ്ട്രീം ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഈ പറയുന്ന ആന്റി ടെയിൽ ഫോം ചെയ്യുന്നത് എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ട് ആണ് എക്സ്പ്ലെയിൻ ചെയ്തെടുക്കാൻ. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇതൊരു ഒപ്റ്റിക്കൽ എല്യൂഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഇത് ഇമ്പോസിബിൾ ആണെന്ന് നടക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷെ നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഫോട്ടോഗ്രാഫ് എടുത്തപ്പോൾ 3i അറ്റ്ലസും സൂര്യനുമായിട്ട് ഒരു 2 ആസ്ട്രോണമിക്കൽ യൂണിറ്റ്സ് മാത്രമേ ദൂരത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത്ര അടുത്ത് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഒരു ആന്റി ടെയിലും കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? ഈ ഒരു ചോദ്യമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കുഴപ്പം. നാസയുടെ തന്നെ സർവീസ് ഉപയോഗിച്ച് നമുക്ക് കിട്ടിയിരിക്കുന്ന ഡാറ്റയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഇൻഫോർമേഷനിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ് ഞാനിപ്പോ ചോദിച്ചത്. ഇവിടെ എന്താണ് ശരിക്കും സംഭവിക്കുന്നത് എന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ലെങ്കിലും ഇവിടെ ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇതിനെ ഒരു ഹൈപ്പോത്തസിസ് ആയിട്ട് എടുക്കാം. ഇതുവരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങൾ അനുസരിച്ച് 3i അറ്റ്ലസ് എന്ന് പറയുന്നത് സാധാരണ ഒരു ഇൻഡസ്ട്രിയൽ ഒബ്ജക്റ്റ് അല്ല. ഇതുവരെ നമുക്ക് കാണാത്ത രീതിയിലുള്ള ഒരു ക്യാരക്ടറൊക്കെ കാണിക്കുന്ന ഒരു ഒബ്ജക്റ്റ് ആണ് 3i അറ്റ്ലസ് എന്ന് പറയുന്നത്. അങ്ങനെ 3i അറ്റ്ലസ് പോയി ഈ വർഷം ഒക്ടോബർ 30 ആയപ്പോൾ സൂര്യനുമായിട്ടുള്ള ഏറ്റവും ക്ലോസസ്റ്റ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള പെരിഹീലിയനിലേക്ക് എത്തുന്നു. ഈ സമയത്ത് 3i അറ്റ്ലസിന്റെ സബ്ലിമേഷൻ ആക്ടിവിറ്റി എന്ന് പറയുന്നത് വളരെയധികം പീക്ക് ആയിരിക്കും. അതിന്റെ സർഫസിലുള്ള എല്ലാ സബ്സ്റ്റൻസും സബ്ലിമേറ്റ് ചെയ്ത് പുറത്തേക്ക് പോകാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത്. അതായത് ഇനീഷ്യൽ കാൽക്കുലേഷൻസ് പറയുന്നത് 3i അറ്റ്ലസ് സൂര്യനുമായിട്ടുള്ള ഏറ്റവും ക്ലോസസ്റ്റ് പോയിന്റ് ക്രോസ് ചെയ്യുന്ന ആ ഒരു പോയിന്റിന് മുമ്പ് ഇതിന്റെ മാസ് എന്ന് പറയുന്നത് ഒരു 100 കിലോ ആണെന്ന് വിചാരിക്കാം. അങ്ങനെ 3i അറ്റ്ലസ് സൂര്യന്റെ അടുത്തോടെ പാസ് ചെയ്യുമ്പോൾ ഇവിടുത്തെ സബ്ലിമേഷൻ റേറ്റ് എന്ന് പറയുന്നത് വളരെയധികം എക്സ്ട്രീം ആയതുകൊണ്ട് തന്നെ ഒരുപാട് മാസ് പുറത്തേക്ക് ഇജക്റ്റ് ആയി പോകും. അതിനുശേഷം 3i അറ്റ്ലസ് സൂര്യനെ ചുറ്റി തിരിഞ്ഞു വരുമ്പോൾ അതിന്റെ മാസ് ഏകദേശം ഒരു 13% കുറയും എന്നാണ് നമുക്ക് മുമ്പേ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ 3i അറ്റ്ലസ് ഏറ്റവും പീക്ക് സബ്ലിമേഷനിൽ നിൽക്കുന്ന ഒരു സമയത്ത്, അതായത് പീക്ക് ആക്ടിവിറ്റിയിൽ നിൽക്കുന്ന ഒരു സമയത്ത് ഇതിന്റെ സർഫേസിൽ നിന്ന് ചിലപ്പോൾ ചെറിയ പീസുകളൊക്കെ ഇങ്ങനെ പൊട്ടിപ്പോയിട്ടുണ്ടാവാം. ഈ പൊട്ടിപ്പോയ പീസുകളായിക്കോട്ടെ 3i അറ്റ്ലസിന്റെ പുറയിൽ കൂട്ടം കൂടി നിൽക്കുന്ന ഒരു പ്രതിഭാസം അവിടെ സംഭവിക്കാം.
ഈ ചെറിയ പീസുകളല്ല 3 അറ്റ്ലസിന്റെ പുറയിൽ കൂട്ടം കൂടി നിൽക്കുന്നതിനാണ് നമ്മൾ സ്വാമിങ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ഇന്റർനെറ്റിൽ നിങ്ങൾ ഈ ഒരു വാചകം കേട്ടിട്ടുണ്ടാവാം. ഇങ്ങനെ സംഭവിക്കുമ്പോൾ 3 അറ്റ്ലസിന്റെ പുറയിൽ കൂട്ടം കൂടി നിൽക്കുന്ന ഈ കല്ലുകളെല്ലാം സൂര്യന്റെ ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പുറയിൽ ഒരു ഗ്ലോയിങ് പോലെ നമുക്ക് കാണാനും കഴിയും. അത് നമ്മുടെ ഭൂമിയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഒരു ആന്റി ടെയിലിന്റെ ഒരു അപ്പിയറൻസ് ആയിരിക്കും നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. പക്ഷേ ഈ ഒരു പോസിബിലിറ്റിക്ക് ഒരു കുഴപ്പമുണ്ട്. 3 അറ്റ്ലസിന്റെ ഭാഗം തന്നെയാണ് ഇവിടെ പൊട്ടി കല്ലുകളായി ഇതിന്റെ പുറയിൽ വന്നിങ്ങനെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ചെറിയ ചെറിയ കല്ലുകൾക്കും ഇൻഡിവിജ്വൽ ആയിട്ട് ഔട്ട് ഗ്യാസിങ് ഉണ്ടാവില്ലേ എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും. ഇവിടെ ഈ ഔട്ട് ഗ്യാസിങ് സംഭവിക്കുമ്പോൾ ഇതിന് ഓരോരോ കല്ലുകളായിട്ടും അതിന് ഡിഫറെന്റ് ആയിട്ടുള്ള ഡയറക്ഷൻ ചേഞ്ചസ് ഉണ്ടാവില്ല. അതായത് ഡിഫറെന്റ് ആയിട്ടുള്ള നോൺ ഗ്രാവിറ്റേഷൻ ആക്സിലറേഷൻ അവിടെ ഉണ്ടാവില്ല എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഭൂമിയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ 3 അറ്റ്ലസ് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അതിന്റെ പുറയിൽ ഒരുപാട് വാൽ നക്ഷത്രം പോലത്തെ ഒരു സംഭവത്തിൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനത്തെ ഒരു അപ്പിയറൻസ് എന്തുകൊണ്ട് കാണുന്നില്ല എന്നുള്ളൊരു ചോദ്യം ഇവിടെ ഉണ്ട്. എന്നാൽ ഈ ചോദ്യത്തിനോട് വളരെ സിമിലർ ആയിട്ടുള്ള ഒരു ഇമേജിനെ പറ്റിയിട്ട് ഇതിനു മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇമേജ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആന്റി ടെയിലും കാണാൻ കഴിയും. പക്ഷെ ഇവിടെ പൊട്ടിപ്പോന്നിരിക്കുന്ന ചെറിയ ചെറിയ കല്ലുകൾക്ക് സബ്ലിമേഷൻ എന്ന് പറയുന്ന സംഭവമേ നടക്കാനുള്ള സാധ്യതയില്ല എന്നാണ് വേറൊരു പഠനം പറയുന്നത്. കാരണം ഇത്രയധികം ദൂരത്ത് നിന്നിട്ട് പോലും ഈ പറയുന്ന 3 അറ്റ്ലസിന് ഒരു ഔട്ട് ഗ്യാസിങ് കാണാൻ കഴിയുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു സംഭവം സൂര്യന് തൊട്ടടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിന് ചുറ്റുമുള്ള ഐസും കാര്യങ്ങളെല്ലാം മുഴുവൻ സബ്ലിമേറ്റ് ചെയ്ത് പോയിട്ടുണ്ടാവാനുള്ള സാധ്യതയെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കല്ലുകൾക്കൊന്നും സബ്ലിമേറ്റ് ചെയ്യാൻ ഒന്നും തന്നെ ഉണ്ടാവില്ല എന്നുള്ളൊരു റീസണിങ് ഇവിടെ ഉണ്ട്. ശരിയാണ്, ഞാനിപ്പോ പറഞ്ഞത് വെറും ഒരു ഹൈപ്പോസിസ് മാത്രമാണ്, ഒരു തിയറി മാത്രമാണ്. പക്ഷേ ഈ ഇമേജ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലുള്ള വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള ആന്റി ടെയിൽ കാണാൻ പറ്റും. അപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ഇപ്പോൾ വിശ്വസിക്കുന്ന ഒരു തിയറി ഉണ്ട്. 3 അറ്റ്ലസിന്റെ സർഫസ് മുഴുവനും ഐസും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് എന്നല്ല ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ ഐസ് എല്ലാം പൊട്ടി പൊട്ടി ചെറിയ മണൽത്തരികൾ പോലെ ഈ 3 അറ്റ്ലസിന്റെ പുറയിൽ വന്നിങ്ങനെ അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ടാവാം. ഇങ്ങനെ വന്നിരിക്കുന്ന ഐസിന്റെ ഭാരം അത്യാവശ്യം കൂടുതലായതുകൊണ്ട് തന്നെ ഈ പറയുന്ന സൂര്യന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സോളാർ വിൻഡിന് ഈ ഐസിനെ ഒന്നിങ്ങനെ തള്ളി മാറ്റാൻ കഴിയില്ല. അപ്പോൾ ഈ ഐസ് പാർട്ടിക്കിൾസ് സൂര്യന്റെ ചൂട് കാരണം ഇവോപ്പറേറ്റ് ചെയ്ത് പോകുന്നതായിരിക്കാം. അപ്പോൾ അതുകൊണ്ടായിരിക്കാം നമുക്കൊരു ആന്റി ടെയില് വിസിബിളി ഭൂമിയിൽ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു എക്സ്പ്ലനേഷൻ ആണ് ഇപ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്ത് തന്നെയാലും 3 അറ്റ്ലസ് എന്ന് പറയുന്ന ഈ ഒരു ഒബ്ജക്റ്റ് വളരെയധികം മിസ്റ്റീരിയസ് ആണ് എന്നുള്ളൊരു കാര്യം സംശയമില്ല. ഒരുപാട് ആൾക്കാർ ഇതൊരു ഏലിയൻ ആണ്, ഒരു എക്സ്ട്രാ ടെറസ്ട്രിയൽ ഒറിജിൻ ആണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എനിക്ക് അറിയാൻ കഴിഞ്ഞതിൽ വെച്ച് ഞാൻ വിശ്വസിക്കുന്നത് ഇതൊരു നാച്ചുറൽ ഒബ്ജക്റ്റ് ആയിട്ടാണ്. പക്ഷെ അതിന്റെ അർത്ഥം ഇത് വെറും ഒരു സാധാരണ കോമറ്റ് ആണെന്ന് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാനും പറ്റില്ല. ആകെ ഒരു കൺഫ്യൂഷനാണ് നമ്മളിവിടെ നിൽക്കുന്നത്. അപ്പൊ എന്ത് തന്നെയാലും 3 അറ്റ്ലസിനെ പറ്റിയിട്ടുള്ള ഇതുപോലുള്ള ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ്സ് എല്ലാം നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അതൊന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും കമന്റ് ചെയ്യാൻ പറയുന്നത്. അത് മാത്രമല്ല, യൂട്യൂബിന്റെ അൽഗോരിതം വർക്ക് ചെയ്യണമെങ്കിൽ ഒരു കമന്റിന്റെ ആവശ്യം നല്ലതാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഒരു കമന്റ് ഇടാൻ ശ്രമിക്കുക, ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. താഴെ ഒരു ഹൈപ്പ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്, പുതുതായിട്ടൊന്നൊരു സംഭവമാണ്. അപ്പോൾ ഹൈപ്പ് കൂടി ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്നതിന് തുല്യമായിരിക്കും അത്. അപ്പോൾ നിങ്ങളുടെ കമന്റുകളൊക്കെ മാക്സിമം ഒന്ന് അറിയിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് ഞാൻ അടുത്ത വീഡിയോ കാണാം.